ആബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. അതേപോലെ ഇസ്രായേലിൻ നാഥൻ 2000 ഞാൻ 99 പാടിയതാ, 2000 വേണ്ടി. ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്നൊരു പാട്ടാണ്. 25 സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ഡിവോഷൻ. ഇപ്പോൾ പല റിലീജിയനിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ കൊണ്ടുവന്നിരുന്നപ്പോൾ കോളേജ് സ്റ്റുഡൻസിന്റെ ഇടയിൽ പോലും അത് ഭയങ്കര ഒരു ഹിറ്റ് ആയിരുന്നു. ഒരു ഡിവൈൻ ടച്ചുള്ള ഒരു, അത് എല്ലാ ഭാഷയിലും ക്രിസ്ത്യാനികളല്ലാത്തവർ ഇപ്പം തന്നെ ഗാനമേളയ്ക്കൊക്കെ പോകുമ്പോൾ ചില പിന്നെ ഈ മുസ്ലിം പരിപാടികൾക്ക് ഞാൻ പോയിട്ടുണ്ട്. അവിടെ അവർ ഇത് ഒരു ക്രിസ്ത്യൻ പാട്ടല്ലെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ട് പാടിച്ചു വിട്ടിട്ടുണ്ട്. ഇസ്രായേലിൻ നാഥൻ പാടണം എന്ന് പറഞ്ഞ് പാടിച്ചിട്ടുണ്ട്. അല്ല, ഈ കമ്മ്യൂണൽ പ്രശ്നം ഉണ്ടാവരുതല്ലോ, അതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചതാണ്. പക്ഷെ അപ്പം അവർ തന്നെ വന്ന് മുൻകൈ എടുത്ത് പാടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഉത്സവപ്പറമ്പിലായാലും നമ്മുടെ പള്ളികളിലായാലും ഇപ്പോൾ ഈ അന്യഭാഷ അവരും എടുത്തിട്ടുണ്ട് ഈ പാട്ട്. ഇപ്പം തമിഴിലെടുത്തിട്ടുണ്ട്, കന്നഡയിലെടുത്തിട്ടുണ്ട്, ഒറിയ ഭാഷയിലെടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് കന്നഡയിൽ ഞാൻ പാടിയതാണ്. അല്ല, അത് ഈ പാട്ടല്ല, ആബാ പിതാവേ. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള പാട്ട്. അതുപോലെ കോളിംഗ് ബെല്ലിൻ്റെ ടോണായിട്ട് എടുത്തിട്ടുണ്ട്, റിംഗ് ടോൺ കാറിന് റിവേഴ്സായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ചരിത്രം സൃഷ്ടിച്ച പാട്ടായിരുന്നു അത്. പ്രൊഡക്ഷൻ ടീം അങ്ങനെ അന്ന് തോന്നിയില്ല സത്യം. കാരണം ഇത് ഗ്രഹലക്ഷ്മി ഫിലിംസിന് വേണ്ടിയിട്ട് അവരുടെ ഗ്രഹലക്ഷ്മി പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഞാൻ പാടുന്നത്. അപ്പം ഇതിൽ 2 പാട്ടുണ്ടായിരുന്നു, ക്രിസ്ത്യൻ പാട്ട്. ഒന്ന് വിശ്വം കാക്കുന്ന നാഥ എന്ന് പറഞ്ഞ ഒരു പാട്ടും, അത് സത്യനന്ദിക്കാട് എഴുതിയിട്ട് ജോൺസൺ മാഷ് സംഗീതം ചെയ്തൊരു പാട്ടാണ്. ഇന്ന് എൻ്റെ ഈ പാട്ടും. പക്ഷേ ഈ പാട്ട് ആണ് സിനിമയിൽ വന്നില്ല. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും ഇന്നും എനിക്ക് തോന്നുന്നു 10 കോടിയോ 20 കോടിയോ മറ്റേ ആൾക്കാർ കാണുകയും അതിൻ്റെ സെയിലും ഒക്കെ അങ്ങനെ നടക്കുന്നൊരു പാട്ടാണ്. അപ്പോൾ അത് ഈ പറഞ്ഞാൽ അന്ന് പാടുമ്പം ഈ ഇലക്ട്രോണിക് യുഗം ആരംഭിച്ച ഒരു സമയമാണ്. ഒരു 85 കാലഘട്ടത്തിലൊക്കെയാണ് കീബോർഡും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ലോക്കലായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ വരാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു 10 വർഷമൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ പാട്ടിൻ്റെ ഒരു വരവ്. അപ്പോൾ ആദ്യമായിട്ട് റിതം കമ്പോസർ എന്ന് പറഞ്ഞ ഒരു സാധനം ഈ വലിപ്പം ഉള്ളായിരുന്നു, ഈ നോട്ട് ബുക്കിൻ്റെ അത്ര ഉള്ളായിരുന്നു. അപ്പോൾ ഇതിലിങ്ങനെ കുത്തി വായിക്കുന്ന ഒരു ഡ്രമ്മിൻ്റെ ഒക്കെ ടോണ് ഇതിലിങ്ങനെ കുത്തിയായിരുന്നു വായിച്ചിരുന്നത്. അത് കഴിഞ്ഞ് അപ്പോൾ ഈ പാട്ടിനൊക്കെ ആ സാധനമൊക്കെ ഉപയോഗിച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ SPD എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ഡ്രമ്മ് വിത്ത് ഇത് അതിൻ്റെ സ്റ്റിക്കോടുകൂടി വായിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പെഷ്യാലിറ്റിയൊക്കെ നമ്മൾ നോക്കിയിരുന്നു. പിന്നെ പോളിഫോണിക് സിന്തസൈസർ എന്ന് പറഞ്ഞാൽ അന്ന് സിന്തസൈസർ ഉണ്ടെങ്കിലും പോളിഫോണിക് സിന്തസൈസറൊക്കെ കിട്ടാൻ പ്രയാസമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത്. പക്ഷേ വേറൊരു പുതുമ തോന്നിയത് ഇദ്ദേഹത്തിൻ്റെ, അതായത് പീറ്റർ ചേരാനെല്ലൂരിൻ്റെ മിക്ക പാട്ടുകൾക്കും കോറസ് ലീഡ് വോയിസിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തും കോറസ് ഒരുപാട് ഭാഗത്ത് ഉണ്ട്. അപ്പോൾ അത് അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ പഴയ സിനിമ പാട്ടുകളെടുത്ത് നോക്കിയാൽ അതിനകത്ത് കോറസ് അങ്ങനെ ഉണ്ടാവില്ല, വളരെ അപൂർവം സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവും. ഇതല്ല, ഇത് ബിഗിനിങ്ങിലും ഇൻട്രൊഡക്ഷനിലും BGയിലും ഒക്കെ കോറസിൻ്റെ, അതുപോലെ നമ്മുടെ ദൈവമേ അവിടെയൊക്കെ കോറസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പിന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹിറ്റാവും എന്നുള്ള കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ പാടുന്നതിൽ നിന്നും ഒരു എക്സെപ്ഷണൽ സോങ് ആയിട്ട് തോന്നി. പക്ഷെ അത് കഴിഞ്ഞൊരു 1 മാസമോ 2 മാസം കൊണ്ടായപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു റീച്ച് അങ്ങോട്ട് പോയത്. ഭക്തി കൂടിയിട്ടാണോ അതോ പാട്ടിൻ്റെ ട്യൂൺസ് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഭക്തിയുടെ ആ ഒരു റിഫ്ലക്ഷനൊന്നും നമുക്ക് പ്രവർത്തികളിൽ കാണാറില്ല മനുഷ്യന്. ഇപ്പോൾ ഇതിനകത്ത് മിക്ക ഡിവോഷണൽ സോങ്സുകളിലും, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ബൈബിളിനെ അടിസ്ഥാനമാക്കി ഉള്ള ഇതാണ്. അപ്പോൾ അതിനകത്ത് പറയുന്ന നന്മ ഒക്കെ വളരെ കുറവാണ് പലപ്പോഴും. എന്നാലും
ഈ പറഞ്ഞ പോലെ ആളുകൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ ട്യൂണായിരിക്കാം ഒരുപക്ഷെ. പിന്നെ ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു ഘടകം എന്ന് പറയുന്നത് ഈ യങ്സ്റ്റേഴ്സ് കൂടുതലും പാട്ടിലൂടെയാണ്. ഇപ്പോൾ ഏതൊരു കാര്യവും പണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരം പോലും KPAC എന്ന് പറയുന്ന ഒരു നാടക സംഘടനയിൽ നിന്നും ഉണ്ടായ കുറേ പാട്ടുകളാണ് അവരെ ശ്രദ്ധ അങ്ങോട്ട് ഈ യുവാക്കളുടെ ശ്രദ്ധ അവിടേക്ക് എത്തിച്ചത്. അങ്ങനെയാണ് നമുക്ക് കൂടുതലായിട്ട് അതിലേക്ക്, കാരണം 10 പ്രാവശ്യം പ്രസംഗിക്കുന്നതിനേക്കാൾ ഒരു പ്രാവശ്യം പാടി കേൾപ്പിച്ചാൽ അത് മനസ്സിൽ കയറും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഇങ്ങനെയുള്ള പാട്ടുകൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ കേരളത്തിൽ ഞാൻ നോക്കിയിട്ട് യുവാക്കളുടെ ഇൻവോൾവ്മെൻറ്റ് പ്രത്യേകിച്ചും അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ കുറവാണ്. പക്ഷെ വിദേശങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർ പള്ളിയിൽ നിന്നേ മാറത്തില്ല. അല്ലെങ്കിൽ ആരാധനാലയങ്ങളുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ പിന്നെ പണ്ടേ അവരുടെ ആ ഒരു ഇത് അവർക്ക് ആ പ്രാർത്ഥനാ സമയം അവർ നിർബന്ധപൂർവ്വം അത് ചെയ്യുന്നതുകൊണ്ട് അതിനകത്തൊരു എന്താ പറയുക പ്രത്യേകത നമ്മൾ കാണുന്നില്ല. മറ്റ് 2 വിഭാഗത്തിൽ വിദേശത്ത് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവർ പള്ളികളിൽ തന്നെ അങ്ങ് ഉണ്ട്. കൂടുതലും യങ്സ്റ്റേഴ്സ് തന്നെയാണ് പള്ളികളിൽ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ കാണത്തില്ല. അവർ കൂടുതലും പ്രായമുള്ളവരെയാണ് കാണുന്നത്. പക്ഷേ ഈ പാട്ടിനകത്തുള്ള ആ ഒരു വികാരമായിരിക്കാം അവരെ നയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഒരു സാരാംശം ഉണ്ടല്ലോ, അത് പലരും ഇപ്പോൾ ചിലരൊക്കെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാട്ട് കേട്ടിട്ട് സാറേ ഞാൻ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്, ഞാൻ നല്ല കള്ളായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഡ്രഗ്സ് അടിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ പാടിയൊരു പാട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കൊന്ന് 80s ആയിരിക്കും. അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ പാലിക്കും നാഥന് നന്ദി. അപ്പോൾ ആ ഒരു അതായത് ഒരു അവസ്ഥയിലും ഒരു വ്യവസ്ഥയും ഇല്ലാതെ പാലിക്കുന്ന ഒരു നാഥനാണ് എന്നുള്ളതാണ് ആ ഒരു പാട്ടിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു ഇത്. അതിരുകളില്ലാത്ത സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല പാട്ടുകൾ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഒരു പരിധിവരെ അങ്ങനെയൊക്കെ തന്നെയാണ് ഹിറ്റായിട്ടുള്ളത്. അതെ, ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ പണ്ടൊക്കെ ഞങ്ങൾ 80കളിലൊക്കെ ഞാൻ പറഞ്ഞില്ല ഒരു 10-30 സിനിമ അല്ലെങ്കിൽ 35 സിനിമയൊക്കെ ഉണ്ടാവാറുള്ളൂ. ആ ഒരു വർഷം ഇറങ്ങുന്നതിൽ ഒരു 3-4 സിനിമയിലെ പാട്ടുകൾ ചിലപ്പോൾ വളരെ പ്രശസ്തമായിട്ട് ഉള്ള പാട്ടുകളുണ്ടാവും. അപ്പോൾ അത് മിക്കവാറും എല്ലാ ട്രൂപ്പുകളും എടുക്കും. ആ ഒരു സീസണിൽ ആ പാട്ടുകളായിരിക്കും ചിലപ്പോൾ ഒരു 10 പാട്ട് നല്ല പാട്ടുകളെന്ന് പറയാനായിട്ട്. നമ്മളൊരു 25-30 പാട്ട് പാടുമെങ്കിലും ഒരു 10 പാട്ട് ആ ഒരു സീസണിൽ ഇറങ്ങിയ നല്ല പാട്ടുകളായിരിക്കും. അപ്പോൾ അത് കേൾക്കാൻ വരുന്നവരായിരുന്നു നല്ല ഒരു ശതമാനം ആൾക്കാർ പണ്ട്. 80 മുതലൊരു 90-95 വരെയുള്ളൊരു കാലഘട്ടത്തിൽ 2000 വരെ എന്ന് വേണേൽ കൂട്ടാം. അപ്പം നമ്മൾ ആദ്യമേ അങ്ങോട്ട് വന്ന ഉടനെ തന്നെ ഈ 10 പാട്ടും അല്ല പാടുന്നത്. അപ്പോൾ പാടി വരുമ്പോൾ അടുത്ത അതായിരിക്കും. അങ്ങനെ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഇങ്ങനെ ഇപ്പോൾ പാടുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാൾക്കാരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതല്ല. നമ്മൾ 1 പാടി 2 പാടി 3-ാമത്തെ അവൻ പാടിയത് കേട്ടില്ലെങ്കിൽ വേറെ ആരും ഇല്ലേടേ പാടാൻ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന പാട്ടുകൾ വേറെ ആയിരിക്കാം. ചിലപ്പോൾ തമിഴായിരിക്കാം, ചിലപ്പം ഇന്നത്തെ പോലുള്ള തറ നിൽക്കാത്ത പാട്ടുകളായിരിക്കാം. അപ്പോൾ നമുക്കിങ്ങനെ പാടി നിൽക്കാൻ പറ്റത്തില്ല. പണ്ടതല്ലായിരുന്നു. നമ്മൾ മനസ്സുകൊണ്ടും പിന്നെ എന്താ പറയുക മനസ്സുകൊണ്ടായിരുന്നു അന്നത്തെ ആസ്വാദനം. ഇപ്പോൾ നമ്മുടെയൊക്കെ പഴയ പിന്നെ ഓട്ടോഗ്രാഫൊക്കെ എടുത്ത് നോക്കിയാൽ മംഗളം നേരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇനിയൊരു ജന്മം തരുമോ ഈ വലാറിൻ്റെ വരികളൊക്കെ എഴുതിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും എഴുതുമെന്ന്. കാരണം യൂസ് ആൻഡ് ത്രോ എന്നുള്ളൊരു രീതി വന്നു. ആർക്കും അതിനകത്തൊരു സീരിയസ്നെസ് ഇല്ല. ഇപ്പം പ്രേമമാണെങ്കിൽ പോലും
ഒന്ന് പ്രേമിച്ചു 2 വർഷം കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നീ പോകും ഇതിൻ്റെ പണിക്ക് പോകുന്ന ആണും പെണ്ണും പറയും. മറ്റേതല്ല, നമ്മൾ ഒരാൾ പിരിഞ്ഞു പോകുമ്പം കുറേ നാളിങ്ങനെ വിഷമമായിട്ട് ഇങ്ങനെ അത് വെച്ച് ഇങ്ങനെ നടക്കും. ഇന്നതില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൾച്ചറിലോട്ട് പോയിട്ടുണ്ട്. ആ മനസ്സുകൊണ്ട് ആസ്വദിച്ചിരുന്ന കാലം പോയിട്ട് ശരീരം കൊണ്ട് ആസ്വദിക്കുന്ന ഒരു കാലമാണ്. ഇന്നിപ്പം 2 പാട്ട് കഴിയുമ്പോൾ പിന്നെ ചാടിയില്ലെങ്കിൽ പ്രയാസമാണ് ആളുകൾക്ക്. 25-ാം വർഷമാണ്. അപ്പം ഇത്രയും നാൾ ആ പാട്ട് നിലനിർത്തി തന്നത് ഓഡിയൻസും മീഡിയയും എല്ലാം ആണ്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു പാട്ടിൻ്റെ പേരിൽ ഞാൻ നന്ദിയും പറയുന്നു. അപ്പോൾ ഇസ്രായേലിനാഥൻ ഒരു 4 വരി പാടാം. അതിനകത്ത് യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടം ഒരു 12 വരിയായിട്ട് ചുരുക്കി ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ജനനം അതിനകത്ത് വരുന്നുണ്ട്. മർത്യനായി ഭൂമിയിൽ പിറന്നു എന്ന് പറയുന്നത് ജനനത്തെ പറ്റിയാണ്. ബാക്കി ചെങ്കടലിലെ കാര്യങ്ങളും എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പാട്ടും കൂടിയാണത്. ഇസ്രായേലിൻ നാഥനായി വാഴ് ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. ആബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ആബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴ് ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം. ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്കായി മന്ന പൊഴിച്ചു, എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ആബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. താങ്ക് യു.